മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ. വായിക്കാനും കേൾക്കാനും സങ്കല്പിക്കാനും ഒക്കെ നല്ല രസമുള്ള കഥയാ. മാഡം അതൊന്ന് സങ്കല്പിച്ച് നോക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ ചെല്ല്, പോയിട്ടോ. എങ്ങനെയുണ്ട് ഇപ്പോ? ഒരാശ്വാസം കിട്ടിയോ? ഈ പൊള്ളലിനെ കെട്ടൊക്കെ ഉണ്ടല്ലോ. സാധാരണ ഈ പൊള്ളലിന് ഇങ്ങനെ കെട്ടിവെക്കാറില്ലല്ലോ. അപ്പോ അതിന്റെ അർത്ഥം പൊള്ളൽ ഉണങ്ങുകയല്ല ആവശ്യം, ആരുടെയോ സിമ്പതി പിടിച്ചു വാങ്ങല അല്ലേ? നിന്റെ കൈ ആയിരുന്നില്ല പൊള്ളിക്കേണ്ടിയിരുന്നത്. മറ്റുള്ളവരെ മയക്കാൻ നടക്കുന്ന നിന്റെ ഈ മുഖമുണ്ടല്ലോ, അതായിരുന്നു പൊള്ളിക്കേണ്ടിയിരുന്നത്. നിന്റെ കൈ ഇപ്പൊ അടർന്നിരിക്കുന്നത് പോലെ ആ മുഖം പൊള്ളി അടർന്ന് അതീന്ന് പഴുപ്പും നീരും വന്ന് വികൃതമാക്കണമായിരുന്നു. ആര് കണ്ടാലും അറയ്ക്കുന്ന മട്ടിൽ. അധികം വൈകാതെ അതുണ്ടാകും. കാത്തിരുന്നു നീ. ഇത് ഗ്യാസ് ആണെങ്കിൽ അന്ന് ആസിഡ് ഒഴിക്കും ഞാൻ. നിക്കേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തെ? നോക്കട്ടെ നിന്റെ പൊള്ളിയ കൈ. ഓ ഒഴിച്ചു. പാവം. എന്താ പൊള്ളലങ്ങ് വേദനിച്ചോ? ഉള്ളിലെ പൊള്ളലോളം വരില്ലല്ലോ പുറമേ ഉണ്ടായ പൊള്ളല്. വേദനയുടെ കാര്യത്തിലും അതാവസ്ഥ. ഓഹോ, നീയും സാഹിത്യത്തിൽ പ്രതികരിച്ചു തുടങ്ങിയോ? ഉള്ളിലെ പൊള്ളലോളം വരില്ലല്ലോ പുറമേയുള്ള പൊള്ളൽ. കൊള്ളാം, നല്ല പ്രാസം. എന്താണാവോ ഉള്ളിലെ പൊള്ളൽ? അതറിയാഞ്ഞിട്ടാണോ അതോ അറിയില്ലെന്ന് നടിക്കുകയാണോ? ആ പൊള്ളലിനുള്ള മരുന്ന് തേടിയാണ് നിന്റെ നിൽപ്പെങ്കിൽ അത് നടക്കില്ല, നടത്തില്ല ഞാൻ.
എനിക്കൊരു പകരക്കാരിയെ വേണ്ട. അങ്ങനെയുള്ള മോഹങ്ങൾക്ക് ഈയാമ്പാറ്റയുടെ ആയുസേ ഉണ്ടാവൂ. പൊള്ളിയത് കൈയാണെങ്കിൽ അടർന്നു പൊന്തിയത് പലരുടെയും കിനാവുകളാണെന്ന് എനിക്കറിയാം. അതെല്ലാം കൂടി കൂട്ടിയിട്ട് രമാദേവി ഒരിക്കൽ ഒരു ചിതയൊരുക്കും. ആ ചിതയ്ക്ക് മുകളിൽ കത്തിച്ചാമ്പലാകാൻ പോകുന്നത് ഈ നിൽക്കുന്ന ചന്ദ്രലേഖയായിരിക്കും. നീ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. എന്താ പുറത്തേക്ക് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ലേ? ഓർത്തത് പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കഥയാ. ഒരു പക്ഷെ ആ കഥ മാഡവും പഠിച്ചിട്ടുണ്ടാവും. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ. വായിക്കാനും കേൾക്കാനും സങ്കല്പിക്കാനും ഒക്കെ നല്ല രസമുള്ള കഥയാ. മാഡം അതൊന്ന് സങ്കല്പിച്ച് നോക്ക്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ. താൻ ദാസേനുണ്ടാവുള്ള അത്താഴം റെഡിയാക്ക്. രാത്രി അതുകൊണ്ട് പോവാം. തനിക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ എന്റെ കടമയല്ലേ. കടമയോ? കെട്ടാൻ പോകുന്ന പെങ്കൊച്ചിന്റെ അച്ഛന് ചെയ്ത് കൊടുക്കുന്ന കടമ. എന്താ? അല്ല, ഇതൊക്കെ ഒരു ഡ്രൈവറുടെ കടമയല്ലേ എന്ന്. ഓ അങ്ങനെ. പിന്നൊരു കാര്യം, ദാസേട്ടൻ കുറച്ചുനാള് ജയിലിലൊക്കെ കിടന്ന് തലയൊക്കെ പൊട്ടി വന്ന് കിടക്കുക. വല്ല വായിലും വയ്ക്കാൻ കൊള്ളുന്ന പരുവത്തിൽ വേണേ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. നോക്കണ്ട, താനുണ്ടാക്കുന്നോണ്ട് പറഞ്ഞു പോയതാ. ജയിൽ ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ കൊടുത്തേക്കല്ലേ ആ പാവത്തിന്. ഞാൻ പിന്നെ വിളിക്കാം. ഒരു വിശേഷം അറിയിക്കാൻ വന്നതാ. പറ. നിന്റെ ചില വിശേഷങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിലും പറ്റിച്ചും ചതിച്ചും ജീവിക്കുന്നവർക്ക് എപ്പോഴും കുറച്ച് ശ്രദ്ധ നല്ലതാ. അത്രത്തോളം ശാപം മേടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. നിന്റെ ഫിലോസഫി കേൾക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല.